പ്രദേശത്തെ ഏറ്റവും വലിയ കുന്നാണ്. ഒരു കുന്നും അതിനു ചുറ്റുമുള്ള താഴ്വാരവുമാണ് ആ പ്രദേശത്തെ ഓരോ ഗ്രാമങ്ങളും. പനക്കാട്ടിലുള്ള ചാത്തൻമലയുണ്ടല്ലോ, അതിന് ഈ ബംഗ്ലാവ് കുന്നിനോളം ഉയരമില്ല. കണ്ണനും പൊടിയനും നിൽക്കുന്ന ഈ സെന്റ് തോമസ് എസ്റ്റേറ്റ് പണ്ടൊരു സായിപ്പിന്റെ ഉടമസ്ഥതയിലായിരുന്നു. അക്കാലത്ത് ഈ കുന്നിന്റെ മുകളിൽ സായിപ്പിന് താമസിക്കാൻ ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കുന്നിന് ബംഗ്ലാവ് കുന്ന് എന്ന പേര് വന്നത്. സായിപ്പൊക്കെ കടൽ കടന്നു പോയതിനു ശേഷം ഈ എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം തോമസ് തരകൻ എന്ന കോട്ടയൻകാരൻ അച്ചായനിലേക്ക് കൈമാറപ്പെട്ടു. ഇപ്പോൾ തോമസ് തരകന്റെ മകൻ ലൂയിസ് തരകനാണ് ഈ എസ്റ്റേറ്റിന്റെ ഓണർ. 2 മാസം കൂടുമ്പോഴൊക്കെയാണ് എസ്റ്റേറ്റ് ഓണർ ഇവിടേക്ക് എത്തുക. എസ്റ്റേറ്റ് കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത് മാനേജർ ബോബി പൗലോസാണ്. അയാളുടെ കീഴിൽ എസ്റ്റേറ്റ് സൂപ്രണ്ടും വാച്ചർമാരുമൊക്കെയുണ്ട്. അവരെയൊക്കെ ഉപയോഗിച്ചാണ് 500 ഏക്കർ വരുന്ന ഈ എസ്റ്റേറ്റ് ഒരു ഏകാധിപതിയെ പോലെ ബോബി പൗലോസ് ഭരിക്കുന്നത്. ബോബിയെ എല്ലാവർക്കും പേടിയാണ്. അയാളുടെ അനുവാദമില്ലാതെ ഒരാളും എസ്റ്റേറ്റിനകത്തേക്ക് കടക്കാൻ ധൈര്യപ്പെടില്ല. ബംഗ്ലാവ് കുന്നിന് അടിഭാഗം വരെ മാത്രമേ എസ്റ്റേറ്റ് റോഡുള്ളൂ. അവിടുന്ന് മുകളിലേക്ക് കുത്തനെയുള്ള ചെറുപാതയാണ്. സൈക്കിളിൽ പോകാൻ കഴിയില്ല. സൈക്കിൾ റോഡരികിൽ ഒതുക്കി വച്ചിട്ട് കണ്ണനും പൊടിയനും ബംഗ്ലാവ് കുന്നിന്റെ മുകളിലേക്ക് നടക്കാൻ തുടങ്ങി. ചുറ്റും റബ്ബർ മരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടമാകെ ഒരു ഇരുണ്ട അന്തരീക്ഷമായിരുന്നു. നന്ദിനിയെ വീട്ടിൽ കൊണ്ടുവന്നു. അറിഞ്ഞോ? ചുറ്റും വന്ന് മൂടുന്ന കൊതുകിനെ വട്ടത്താമര കൊമ്പുകൊണ്ട് ആട്ടി അകറ്റുന്നതിനിടയിൽ പൊടിയൻ ചോദിച്ചു. കണ്ണൻ മൂളി. കുമാരേട്ടൻ ആകെ കുണന്നിരിഞ്ഞു നിൽക്കുകയാണ്. നന്ദിനിയെ നീ കെട്ടണം, അല്ലെങ്കിൽ കേസ് കൊടുക്കും എന്നൊക്കെയാ പറയുന്നത്. കണ്ണൻ അതിന് ഒരു മറുപടിയും പറഞ്ഞില്ല. നാട്ടുകാർ പറയുന്നതിൽ വല്ല സത്യവും ഉണ്ടോടാ? ഒരു ദുർബല നിമിഷത്തിൽ നീ നന്ദിനിയെ നിർത്തട. കണ്ണൻ അലറി. ഞാൻ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്തവനല്ല. അല്ലടാ, നാട്ടിലൊക്കെ ഇത് തന്നെ സംസാരം. പക്ഷെ ഞാനിതൊന്നും വിശ്വസിച്ചിട്ടില്ല. പിന്നെ അവർ ഒന്നും സംസാരിച്ചില്ല. അരമണിക്കൂർ കൊണ്ടവർ ബംഗ്ലാവ് കുന്നിന്റെ ഉച്ചിയിലെത്തി. അവിടെ നിരന്ന പ്രദേശമാണ്. അതിന് നടുവിൽ ഒരു ചെറിയ കെട്ടിടം. കുന്നിന്റെ മുകളിൽ വലിയ മരങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് 4 വശത്തും മനോഹര കാഴ്ചകളാണ്. ചുറ്റിനും കുന്നുകൾ, താഴെ വിശാലമായ സമതലങ്ങൾ. ശക്തമായ കാറ്റായിരുന്നു അവിടെ. അവരുടെ വസ്ത്രങ്ങളിലൊക്കെ കാറ്റ് പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. ആ കെട്ടിടത്തിനു മുന്നിലെ കസേരകളിൽ കുറച്ചു പേർ ഇരിപ്പുണ്ട്. മാനേജറും ശശിമേശ്വരിയും ഗോപിമേശ്വരിയും അവരുടെ കൂടെയുള്ള ചിലരുമൊക്കെയുണ്ട്. അവരുടെ നടുക്ക് ഒരു മേശയിൽ വില കൂടിയ മദ്യങ്ങളും ആഹാര സാധനങ്ങളുമൊക്കെ ഇരിപ്പുണ്ട്. കണ്ണനെയും പൊടിയനെയും കണ്ട് മാനേജർ കസേരയിൽ നിന്ന് എണീറ്റു. അയാൾ ഗൗരവത്തിൽ ചോദിച്ചു, നിങ്ങളെ ആരാ ഇങ്ങോട്ട് കയറ്റിവിട്ടത്? സൂപ്രണ്ട്, പൊടിയൻ പറഞ്ഞു. എന്തിനാ ഇങ്ങോട്ട് വന്നത്? ബോബി പൗലോസിന്റെ സ്വരത്തിൽ അവർ വന്നതിലുള്ള ഇഷ്ടക്കേട് നിഴലിച്ചിരുന്നു. ബോബി, അവർ എൻ്റെ ആൾക്കാർ, ശശിമേശ്വരി പറഞ്ഞു. വാടാ. ശശിമേശ്വരി 2 കസേര നീക്കിയിട്ട് അവരെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു. ഓഹോ, ഇവരോടൊക്കെയാണോ ശശിയുടെ കൂട്ട്? ബോബി അത് പറഞ്ഞിട്ട് കണ്ണന്റെ മുഖത്തേക്ക് നോക്കി തുടർന്നു. ഇരിക്കുകയൊന്നും വേണ്ട, വന്ന കാര്യം എന്താണോ അത് പറഞ്ഞിട്ട് വേഗം സ്ഥലം വിട്ടു. അത് കേട്ടപ്പോൾ പൊടിയന്റെ മുഖം മങ്ങി. 2 അടിക്കാമെന്ന് പ്രതീക്ഷിച്ചാണ് കഷ്ടപ്പെട്ട് ഈ കുന്ന് കയറിയത്. വല്ലാത്ത കഷ്ടമായി പോയി. ബോബിക്ക് ഇവനെ അറിയില്ലേ? കണ്ണനെ ചൂണ്ടി ശശിമേശ്വരി ചോദിച്ചു. മേശ്വരി തുടർന്നു. നല്ല വിദ്യാഭ്യാസമുള്ളവനെ, ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. ഭാവിയിൽ ഇവൻ കളക്ടറാവും. ബോബിയൊക്കെ ഇവനെ സല്യൂട്ട് അടിക്കേണ്ടി വരും. മദ്യപിച്ച് നല്ല മൂഡിലായിരുന്ന ഗോപിമേശ്വരി തട്ടിവിട്ടു. വലിയ കവിയ, വാരികകളിലൊക്കെ കവിത വന്നിട്ടുണ്ട്. ശശിയുടെയും ഗോപിയുടെയും വാക്കുകൾ കേട്ട് പ്രതീക്ഷകൾ തിരികെ കിട്ടിയ പൊടിയൻ ആവേശത്തോടെ പറഞ്ഞു. ഇനി ആരും ഒന്നും പറയണമെന്നില്ല. ഇവനെ എനിക്ക് നല്ലവണ്ണം അറിയാം. മാധവേട്ടൻ എല്ലാം എന്നോട് പറഞ്ഞു. എനിക്ക് വലിപ്പ ചെറുപ്പമൊന്നുമില്ല. ഞാൻ ആരോടും ഇരിക്കും, സഹകരിക്കും. പക്ഷെ പെണ്ണുപിടിയന്മാരെ ഞാൻ എൻ്റെ 7 അയലത്തടുപ്പിക്കില്ല. ബോബി ദേഷ്യത്തോടെ പറഞ്ഞു. ഒരു മാധവേട്ടൻ? അയാൾ ഓടി നടന്ന എല്ലാവരോടും കണ്ണനെക്കുറിച്ച് അപവാദം പറയുകയാണ്. അത് നിങ്ങൾ വിശ്വസിച്ചു അല്ലേ? ശശിമേശ്വരി ചോദിച്ചു. അയാൾ മാത്രമല്ല, പലരും പറഞ്ഞു. എല്ലാവരും പറഞ്ഞത് ബോബി കേട്ടല്ലോ. ഇനി നിങ്ങൾ പ്രതി എന്ന് കരുതുന്ന ആൾ പറയുന്നത് കൂടി കേൾക്കൂ. ശശിമേശ്വരി മാനേജരോട് സൗമ്യമായി പറഞ്ഞു. എന്നിട്ട് ശശിമേശ്വരി കണ്ണനോടായി തുടർന്നു. നിനക്ക് പറയാനുള്ളത് മനസ്സ് തുറന്ന് പറയടാ. ആരോടും ഇങ്ങനെ ഒന്നും പറയാതെ നടന്നാൽ എങ്ങനെ? നിന്റെ ഭാഗവും പറയും, എല്ലാവരും അറിയട്ടെ. എല്ലാം പറയടാ, മനസ്സിൽ വച്ചുകൊണ്ട് നടക്കാതെ. പൊടിയൻ കണ്ണനെ പ്രോത്സാഹിപ്പിച്ചു. നാട്ടിൽ പരക്കുന്നതൊക്കെ കള്ളക്കഥകളാണ്. നന്ദിനി എനിക്കെന്റെ അനിയത്തിയെ പോലെയാണ്, കണ്ണൻ പറഞ്ഞു തുടങ്ങി.
പിന്നെ നീയും നന്ദിനിയും തമ്മിൽ പ്രേമത്തിലായിരുന്നു എന്ന് പറയുന്നതൊക്കെ? ബോബി ചോദിച്ചു. അതിൽ പകുതി സത്യമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നന്ദിനിക്ക് എന്നോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതാണ്. ഗിരീഷാണ് അതിന് കാരണക്കാരൻ. ഏത് ഗിരീഷ്? ഇവിടെ ജോലിക്ക് വരുന്ന ഗിരീഷോ? ബോബി ചോദിച്ചു. അതെ, കണ്ണൻ തുടർന്നു. അമ്പലത്തിൽ വച്ച് നടന്ന ഒരു പ്രശ്നത്തിന്റെ പേരിൽ അവനാണ് എനിക്ക് നന്ദിനിയോട് പ്രണയമാണ് എന്ന് പറഞ്ഞു വരുത്തിയത്. അത് നന്ദിനിയോട് പോയി പറഞ്ഞത് ഗിരീഷിന്റെ അനുജത്തി മഞ്ജുവാണ്. ബോബി പൗലോസും മറ്റുള്ളവരും കണ്ണൻ പറയുന്നത് ശ്രദ്ധാപൂർവം കേട്ടിരിക്കുകയാണ്. അവൻ പറയുന്നതൊക്കെ സത്യമാണ് എന്നൊരു തോന്നൽ ബോബിയുടെ മനസ്സിൽ പതിയെ വളർന്നു വന്നു. കണ്ണൻ തുടരുകയാണ്. പാവം നന്ദിനി മഞ്ജു പറഞ്ഞതൊക്കെ വിശ്വസിച്ചു. നന്ദിനി സ്ഥിരം എൻ്റെ വീട്ടിലേക്ക് വന്നു തുടങ്ങി. അവളുടെ എന്നോടുള്ള പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയതോടെ ഞാൻ അസ്വസ്ഥനാവാൻ തുടങ്ങി. നന്ദിനിയുടെ വീട്ടിലേക്കുള്ള വരവ് നിയന്ത്രിക്കണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതാണ്. പക്ഷേ അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സിൽ നന്ദിനിയെ മരുമകളായി വേണമെന്ന ആഗ്രഹമായിരുന്നു. എങ്കിൽ നിനക്ക് അവരുടെ ആഗ്രഹം നടത്തിക്കൊടുത്തുകൂടെ? നന്ദിനി സുന്ദരിയല്ലേ, മിടുക്കിയല്ലേ? ബോബി ചോദിച്ചു. എനിക്കത് സാധിക്കില്ല. കാരണം എന്നെ മാത്രം മനസ്സിൽ വിചാരിച്ചു കഴിയുന്ന ഒരു പെണ്ണുണ്ട്. അവളെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഞാൻ ഉപേക്ഷിച്ചാൽ ആ ഹൃദയം നിലച്ചു പോകും. എങ്കിൽ ഇക്കാര്യം നന്ദിനിയോട് പറഞ്ഞുകൂടായിരുന്നോ? ബോബി ഒരു ഗ്ലാസ്സിലേക്ക് മദ്യം പകരുന്നതിനിടയിൽ ചോദിച്ചു. പറഞ്ഞു. പക്ഷെ ഞാൻ അവളെ ഒഴിവാക്കാനായി വെറുതെ പറയുന്നതാണെന്നാണ് അവൾ കരുതിയത്. ഒടുവിൽ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കാം എന്ന് കരുതി ഗിരീഷിനെയും മഞ്ജുവിനെയും നന്ദിനിയുടെ അടുത്തേക്ക് ഞാൻ അയച്ചു. അന്നാ നന്ദിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഞാൻ നിരപരാധിയാണ്. ഞാൻ നന്ദിനിയെ ചതിച്ചിട്ടില്ല. അവളെ എന്നല്ല ഒരു പെണ്ണിനെയും എനിക്ക് ചതിക്കാൻ പറ്റില്ല. കണ്ണന്റെ കണ്ണുകൾ നിറഞ്ഞു. ബോബി ഒന്നും മിണ്ടാതെ കണ്ണനെ തന്നെ നോക്കിയിരുന്നു. അയാൾക്ക് കണ്ണൻ പറയുന്നതാണ് സത്യമെന്ന് മനസ്സിലായി. പൊടിയന്റെയും കണ്ണുകൾ നിറഞ്ഞു പോയി. അതിയായ സങ്കടം നിമിത്തം അവൻ വേഗം ബോബി ഒഴിച്ചു വച്ചിരുന്ന മദ്യമെടുത്ത് ഒറ്റ വലിക്കകത്താക്കി. ബോബി രൂക്ഷമായി പൊടിയനെ നോക്കി. ഇതൊക്കെ കേട്ടിട്ട് സഹിക്കാൻ പറ്റണില്ല മാനേജരെ. അതാ പൊടിയൻ കണ്ണു തുറച്ചു. അവസരം മുതലാക്കുകയാണല്ലേടാ? ബോബി കണ്ണു മുഴപ്പിച്ചു. പൊടിയൻ ചമ്മലോടെ ചിരിച്ചു. ഇഷ്ടം പോലെ ഗ്ലാസ് അകത്തിരിപ്പുണ്ട്. എടുത്തുകൊണ്ടുവന്ന് ഒഴിച്ചു കഴിച്ചോ. അല്ലാതെ ഞാൻ ഒഴിച്ചു വച്ചിരിക്കുന്നത് ഇനി എടുത്താ ഞാൻ നിന്നെ ഫയർ ചെയ്യും. ബോബി അരയിലിരുന്ന റിവോൾവർ എടുത്ത് പൊടിയനെ നേരെ ചൂണ്ടി. റിവോൾവർ കണ്ട പൊടിയൻ കീഴടങ്ങി എന്ന് കാണിക്കാനായി കൈകൾ ഉയർത്തി. അടിച്ച് ഫിറ്റായിരിക്കുന്നവനാണ്, വെടിവച്ചാൽ എന്തു ചെയ്യും? ഇതായിരുന്നു പൊടിയന്റെ മനസ്സിൽ. കോമഡി കാണിച്ചുകൊണ്ട് നിൽക്കാതെ പോയി ഗ്ലാസ് എടുത്തുകൊണ്ട് വാടാ, ബോബി അലറി. പൊടിയൻ ജീവനും കൊണ്ട് കെട്ടിടത്തിനകത്തേക്ക് ഓടി. പൊടിയൻ ഓടുന്നത് നോക്കി ചിരിച്ചുകൊണ്ട് ബോബി പറഞ്ഞു. മദ്യപിക്കുമ്പോൾ ഇവനെ പോലുള്ള ആൾക്കാർ ഉണ്ടെങ്കിലേ ഒരു രസമുള്ളൂ. ഇവനെ ഞാനിനി വിടില്ല. ഞാനും ഇതുപോലെയൊക്കെ ചെയ്യും. ഭയങ്കര രസമാണ്. വാച്ചർ ധനപാലൻ കൈകെട്ടി നിന്ന് വിനയത്തോടെ പറഞ്ഞു. എസ്റ്റേറ്റ് ജോലിക്കാർ ഒരു കോമഡിയും കാണിക്കണ്ട. കോമഡി കാണിക്കാനല്ല, ജോലി ചെയ്യാനാണ് മുതലാളി കാശ് തരുന്നത്. ജോലി സമയത്ത് മദ്യപിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും നിന്നെയൊക്കെ ആ നിമിഷം ഞാൻ പറഞ്ഞുവിടും. ബോബി ഗർജിച്ചു. ഓ, ജോലി സമയത്ത് ഇയാൾക്ക് മദ്യപിക്കാം? ധനപാലൻ പിറുപിറുത്തു. എന്താ താൻ പറഞ്ഞത്? സംശയഭാവത്തിൽ ബോബി ചോദിച്ചു. നല്ല കാറ്റെന്ന് പറഞ്ഞതാ. ധനപാലൻ പരുങ്ങി. ഇനി മിണ്ടിയാൽ നിന്റെ കാറ്റ് പോകും. ബോബി റിവോൾവർ എടുത്തു. ധനപാലൻ പതിയെ അവിടെ നിന്ന് മുങ്ങി. ബോബി റിവോൾവർ തിരികെ വെച്ചിട്ട് കണ്ണനോട് ചോദിച്ചു. നാട്ടുകാര് നീ പറയുന്നതിന് വിപരീതമായാണല്ലോ പറയുന്നത്. അതെന്താ? ഒന്നാമത് ഗിരീഷ് എറിഞ്ഞ തീപ്പൊരി പലരുടെയും മനസ്സിൽ കിടപ്പുണ്ട്. രണ്ടാമത് അത് ആളിക്കത്തിക്കാൻ ചിലർ ഇറങ്ങി. അതാര്? മാധവൻകുട്ടിയും സംഘവും, കണ്ണൻ പറഞ്ഞു. മാധവേട്ടന് നിന്നോട് വൈരാഗ്യം തോന്നാൻ കാരണം അയാൾ നിന്നെ ഒരുപാട് സഹായിച്ച ആളല്ലേ? ഒരു ബീഡിയും കത്തിച്ച് പുകവിട്ടുകൊണ്ട് ശശിമേശ്വരി എഴുന്നേറ്റു. ഇവന്റെ ഏറ്റവും വലിയ ശത്രുവാണ് മാധവൻകുട്ടി. അതെന്താ കാരണം? അതറിയാനുള്ള ആകാംക്ഷ ബോബിയുടെ മുഖത്തുണ്ടായിരുന്നു. അതിന്റെ കാരണം അയാളുടെ മോളാണ് കണ്ണന്റെ കാമുകി. ശശിമേശ്വരി ചിരിച്ചു. മാധവൻകുട്ടിയുടെ മോളോ? ബോബി അമ്പരന്നു. അതെ, അതുകൊണ്ടാണ് മാധവൻകുട്ടി വാലിൽ തീ പിടിച്ചതുപോലെ കിടന്നോടുന്നത്. വലിയ പ്രമാണിയല്ലേ? കണ്ണനെ പോലെ ഒരു ദരിദ്രനെ മരുമകനായി സ്വീകരിക്കാൻ വലിയ മാനക്കേടാ. അതാ അയാൾ ഈ നാറിയ കഥകളൊക്കെ പറഞ്ഞു പരത്തുന്നത്, ശശിമേശ്വരി പറഞ്ഞു. മാധവൻകുട്ടി ഇങ്ങനെ ഒരു ചെറ്റയായിരുന്നു. ബോബി അമ്പരന്നു. സംസാരത്തിലൊക്കെ എന്ത് പുരോഗമനമാണ്. ദരിദ്രരെ മുൻനിരയിലേക്ക് കൊണ്ടുവരണമെന്നൊക്കെയായി എപ്പോഴും പറയാറ്. അയാൾ പുറമേ പറയുന്നതൊക്കെ അയാളുടെ പാർട്ടിയുടെ നിലപാടാണ്, അയാളുടെ തന്നെ. ഗോപി കുറച്ച് മുയലിറച്ചിയെടുത്ത് വായിൽ വെച്ചുകൊണ്ട് പറഞ്ഞു.
മാധവേട്ടനോട് എനിക്കൊരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. ഇതോടെ അതെല്ലാം പോയി കിട്ടി. ബോബി പറഞ്ഞു, ഇത്തരക്കാരെ പുറത്താക്കുകയാണ് പാർട്ടി ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഭാവിയിൽ ഈ പാർട്ടി ജനങ്ങളാൽ വെറുക്കപ്പെടും. അകത്ത് പോയ പൊടിയൻ 10 ഗ്ലാസുമായി തിരികെ വന്നു. എന്തിനാ ഇത്രയും ഗ്ലാസ്? ശശിമേശ്വരി അത്ഭുതപ്പെട്ടു. അവിടെ ഇരുന്ന എല്ലാ ഗ്ലാസും എടുത്തു. ഇടയ്ക്കിടയ്ക്ക് ഗ്ലാസ് എടുക്കാൻ ഓടണ്ടല്ലോ. പൊടിയൻ ചിരിച്ചു. നീ ഓവറാക്കരുത്. ഓവറാക്കിയാൽ. ബോബി റിവോൾവർ എടുത്ത് ചൂണ്ടി. ഗോപി മേശ്ശേരി വെപ്രാണത്തോടെ ചാടിയണീറ്റ് പൊടിയന്റെ കയ്യിലിരുന്ന ഗ്ലാസുകൾ അടങ്ങിയ ട്രേ പിടിച്ചു വാങ്ങി. എന്നിട്ട് ബോബിയോട് കയർത്തു. ബോബി എന്താ ഈ കാണിച്ചത്? തോക്ക് ചൂണ്ടിയാൽ പൊടിയൻ കൈപൊക്കുമെന്ന് അറിയില്ലേ? ഗ്ലാസ് താഴെ വീണ് പൊട്ടിപ്പോവില്ലേ? ബോബി ചിരിച്ചു. ഗ്ലാസ് അല്ലേ, പൊട്ടും. പൊടിയൻ പൊട്ടിച്ചോട്ടെ. ഇവിടത്തെ എല്ലാ ഗ്ലാസും പൊട്ടിച്ചിട്ടേ പൊടിയനെ ഞാനിവിടെ നിന്ന് വിടൂ. എന്ത് പൊട്ടിച്ചാലും ഗ്ലാസ് മാത്രം ഞാൻ പൊട്ടിക്കില്ല സാറേ. പൊടിയൻ വികാരാധീനനായി. ആ സമയം കുന്നുകയറി വരുന്ന ഒരാളെ അവർ കണ്ടു. ബോബി ദേഷ്യത്തോടെ പറഞ്ഞു, ദാ വരുന്നു ഈ കഥയിലെ വില്ലൻ. അയാൾ തൻ്റെ അരയിൽ നിന്നും റിവോൾവർ എടുത്തു.